Hi everyone. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മെയ് 2019 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മളിവിടെ സർക്കുലർ സീവറിന്റെ ന്യൂമറിക്കൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us see the solution how to. ഇവിടെ തന്നിരിക്കുന്നത് determine the size of a circular sieve for a discharge of 700 lps running half full ആണ്. Assume I equal to 0.0001 and n is equal to 0.015. So let us see, given Q is equal to 700 lps. So this is equal to 0.7 meter cube per second. I അല്ലെങ്കിൽ slope അല്ലെങ്കിൽ gradient S is equal to 0.0001. Manning's coefficient n equal to 0.015. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തന്നിരിക്കുന്നതിൽ നമുക്ക് ഡയമീറ്റർ ഡി ഓഫ് ദ സീവർ ഡി ഈക്വൽ ടു എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ എന്താണ്? Q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ആദ്യം ഏരിയൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം, വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. സോ ഇഫ് യു സീ ഇറ്റ്, ഏരിയ ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ ഒരു സർക്കുലർ സീവർ എടുക്കുന്നു. ആ സർക്കുലർ സീവറിൽ റണ്ണിങ് ഹാഫ് ഫുൾ കണ്ടീഷനിലാണ് വാട്ടർ ഉണ്ടാവും. സോ to this much the water will be there. അപ്പോൾ ഈ ഫുൾ സീവറിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ ഹാഫ് ദ ഡെപ്ത് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഡി ബൈ 2 ആയിരിക്കും. സോ ദ ഏരിയ വിൽ ബി ഈക്വൽ ടു ഫുൾ ഏരിയ പൈ ബൈ 4 ഡി സ്ക്വയർ ആണ്. അതിന്റെ പകുതിയിലേ സീവേജ് ഉള്ളൂ. സോ പൈ ബൈ 4 ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പൈ ബൈ 8 ഡി സ്ക്വയർ ആണ് ഏരിയ. സിമിലർലി പെരിമീറ്റർ നോക്കുകയാണ്, ഫുൾ സീവറിന്റെ പെരിമീറ്റർ പൈ ഡി ആണ്, പക്ഷെ അതിന്റെ പകുതിയിലേ സീവേജ് ഉള്ളൂ. സോ പൈ ഡി ബൈ 2 ആണ് പെരിമീറ്റർ, വെറ്റഡ് പെരിമീറ്റർ. അതേപോലെ ഹൈഡ്രോളിക് റേഡിയസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്താണ്? എ ബൈ പി ആണ്. ദിസ് വിൽ ബി ഈക്വൽ ടു ഡി ബൈ 4. സോ with respect to this details, we can calculate the velocity using Manning's formula 1 by n r raised to 2 by 3 s raised to half. അപ്പോൾ this will be equal to 1 by 0.015 into r എത്രയാണ്? d by 4 power 2 by 3 into s എത്രയാണ്? 0.0001 power 1 by 2. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുതരാം. Q എത്രയാണ് നമുക്കറിയാം, 0.7 ആണെന്നറിയാം, ഈക്വൽ ടു പൈ ബൈ 8 ഡി സ്ക്വയർ ഇൻറ്റു 1 by 0.015 into d by 4 whole power 2 by 3 into 0.0001 whole power 1 by 2. ഇത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇവിടെ ആകെ അറിയാത്തത് ഡയമീറ്റർ ഡി ആണ്. അപ്പോൾ ഡയമീറ്റർ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2.044 മീറ്റർ കിട്ടും. ഇതാണ് ഈ ഫുൾ ഡയമീറ്ററിന്റെ സർക്കുലർ സീവറിന്റെ ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദ സീവർ അല്ലെങ്കിൽ സൈസ് ഓഫ് സർക്കുലർ സീവർ എത്രയാണ്? 2.044 ആണ്. ഓക്കെ, നൗ ഇഫ് യു വോണ്ട് ടു നോ ദി ഡെപ്ത് ഓഫ് ഇറ്റ്, ഡെപ്ത് ശരിക്കും ആ സീവേജ് ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ദി സീവർ ഡെപ്ത് ആണ്. സോ ഐ കൻ സേ ദിസ് ഈസ് ഡി ബൈ 2 ആണെന്ന് അറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ സീവേജിന്റെ ഡെപ്ത് എത്രയാണ്? റണ്ണിങ് ഹാഫ് ഫുൾ, ദറ്റ് വിൽ ബി ഈക്വൽ ടു 1.022 മീറ്റർ. അപ്പോൾ ആ രീതിയിൽ ഇതാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ നമുക്ക് സെപ്റ്റംബർ 2020 വന്ന പ്രോബ്ലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. So see the question, a city has a projected population. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പോപ്പുലേഷൻ എത്രയാണ്? പോപ്പുലേഷൻ ഈസ് ഈക്വൽ ടു 60,000. Spreads over an area is equal to 50 hectare. Okay, assume rate of water supply as 250 liter per capita per day. Rate of supply ആണ്, that will be equal to 250 liter per capita per day, and out of this total supply only out of this total supply only 75% reaches in the sewer as wastewater. Okay, so average sewage flow എന്ന് പറയുന്നത് that will be equal to 75% of total water supply. Total water supply എത്രയാണ്? Water supply is 250 liter per capita per day for 60,000 people. 250 into 60,000 ആണ് നമ്മുടെ 60,000. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആവറേജ് സീവേജ് ഫ്ലോ. ടോട്ടൽ നമ്മൾ വാട്ടർ സപ്ലൈ എത്രയാണ് കൊടുക്കുന്നത്? 250 into 60,000 ആണ്. അതിന്റെ 75% ആണ് ആവറേജ് സീവേജ് ഫ്ലോ. പക്ഷെ നമുക്കൊരു പീക്ക് ഫാക്ടറും കൂടി നോക്കണം. സോ പീക്ക് സീവേജ് ഫ്ലോ എത്രയാണ്? Q peak will be equal to 1.5 into 75 divided by 100 into 250 into 60,000. Okay.
ഇനി എന്ത് ചെയ്യണം? ബേസ്ഡ് ഓൺ ദിസ് ഡാറ്റ, ഈ ഒരു ഡാറ്റ ഇത് എത്രയാണ് എമൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ ഇൻ ടു ദി സീവർ. ഓക്കെ, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ ഓഫ് സീവേജ് ഇൻ ടു സീവർ. അപ്പോൾ ഈ ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തിട്ട് എന്ത് ഡിസൈൻ ചെയ്യണം? യു ഹാവ് ടു ഡിസൈൻ എ സെപ്പറേറ്റ് സർക്കുലർ സീവർ റണ്ണിങ് ഹാഫ് ഫുൾ സച്ച് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു ഡി ബൈ 2. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡി എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? എന്നും തന്നിട്ടുണ്ട്, എസും തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് ഇവിടെ ഡിസ്ചാർജ് ക്യൂ തന്നിട്ടുണ്ട്, എൻ തന്നിട്ടുണ്ട്, എസ് തന്നിട്ടുണ്ട്, പ്ലസ് ഇത് റണ്ണിങ് ഹാഫ് ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ? ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഇത് നമ്മുടെ സെപ്റ്റംബർ 2020 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പാർഷ്യലി റണ്ണിങ് ഫുള്ളിൽ റണ്ണിങ് ഹാഫ് ഫുൾ ആണ് ഇതുവരെ ചെയ്ത പ്രോബ്ലം. നമ്മൾ ഇതുവരെ വേറെ വേരിയേഷൻസ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ന്യൂമറിക്കൽ എടുക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, നമ്മളൊരു ജസ്റ്റ് ഒരു സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുകയാണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ആൻഡ് കറസ്പോണ്ടിങ് ഡിസ്ചാർജ് ഇൻ എ സീവർ ഓഫ് സർക്കുലർ സെക്ഷൻ ഹാവിംഗ് diameter equal to 1 meter. So diameter is equal to 1 meter. Laid at a gradient of 1 in 500. 1 by 500 ആണ് slope. The sewer runs at a depth of 0.6 meter. Use Manning's formula and take n as 0.012. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വെലോസിറ്റി ഓഫ് ഫ്ലോയിങ് കാൽക്കുലേറ്റ് ചെയ്യണം, ഡിസ്ചാർജും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ലെറ്റ് us see the solution of it. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം പ്രൊപ്പോർഷണൽ ഡെപ്ത് എത്രയുണ്ടെന്ന് നോക്കാം. പ്രൊപ്പോർഷണൽ ഡെപ്ത് d by capital D. So proportional depth d by capital D will be equal to 6.6 meter divided by 1 meter. So this will be equal to 0.6 meter. Right? 0.6 meter. Again, നമുക്ക് d by d ക്ക് equation അറിയാം. What is d by d യുടെ equation എന്താണ്? This is equal to 1 minus cos theta by 2 divided by 2 ആണെന്നറിയാം. അല്ലെ? ഇത് വെച്ചിട്ട് നമുക്ക് d by d യുടെ റേഷ്യോ അറിയാം. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? cos theta എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ പറ്റില്ലേ? So I can write it as like this. 0.6 into 2 is equal to 1 minus cos theta by 2, or cos theta by 2 is equal to 1 minus 0.6 into 2. Right? This answer will be equal to minus 0.2, or I can say theta is equal to 203.07 degree. Okay, നമുക്കപ്പോൾ അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണെന്ന് കിട്ടി. ഇത് വെച്ചിട്ട് സൈൻ തീറ്റയും കൂടി ഒന്ന് കണ്ടുപിടിച്ച് വെക്കുകയാണ് എളുപ്പത്തിന് വേണ്ടി. സൈൻ തീറ്റ is equal to minus 0.391. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടി. Now whenever നമ്മൾ രണ്ട് സിറ്റുവേഷൻ ഇവിടെ എടുക്കാൻ പോവുകയാണ്. ഒന്ന് whenever the sewer is running full, and the next stage is whenever the sewer is running partially full. So the first one, full condition. Full condition എടുക്കുകയാണെങ്കിൽ we have the sewer area as area is equal to pi by 4 d square. So what is pi by 4 d square? Pi by 4 into 1 square. എളുപ്പമാണ്, നിങ്ങൾക്ക് എത്ര കിട്ടും? 3.1416 meter square. Sorry, 3.14 divided by 4 ഇല്ലേ? So the answer is 0.7854 meter square. ഇനി അതേപോലെ perimeter കണ്ടുപിടിക്കാം. Perimeter is equal to pi into d. So that will be equal to pi into 1. That will be equal to 3.1416 meter. Okay. ഇനി again hydraulic mean depth ഒന്ന് കണ്ടുപിടിച്ചൂടെ? hydraulic mean depth എത്ര കണ്ടുപിടിക്കാം? R is equal to A by P. A by P substitution കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? റണ്ണിങ് ഫുൾ കണ്ടീഷൻ ആണ്. സോ d by 4 തന്നെ എടുക്കണം. അപ്പോൾ d by 4 എടുക്കുകയാണെങ്കിൽ 1 by 4 that will be equal to 0.25 meter. ഓക്കെ, അപ്പം ഇത്രയും കണ്ടീഷൻസ് നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിലായി. ഇനി സെക്കൻഡ് പാർഷ്യലി ഫുൾ കണ്ടീഷൻ എടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ്, എങ്ങനെയൊക്കെയാണ് വാല്യൂസ് വരുന്നതെന്ന് നോക്കാം. സോ പാർഷ്യലി ഫുൾ കണ്ടീഷനിൽ നമ്മൾ രണ്ട് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് പ്രൊപ്പോർഷണൽ ഏരിയ എത്രയാണെന്ന് നോക്കും,
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രൊപ്പോർഷണൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എത്രയാണെന്ന് നോക്കും. അപ്പോൾ ആദ്യത്തെ പ്രൊപ്പോർഷണൽ ഏരിയയുടെ ഇക്വേഷൻ ഇതാണെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തീറ്റ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് 203.07 ഡിഗ്രി ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 360 മൈനസ് സൈൻ തീറ്റയുടെ വാല്യൂ നേരത്തെ നമ്മൾ മൈനസ് വാല്യൂ എടുത്തിട്ടുണ്ട്. സോ ദിസ് മൈനസ് വിൽ ബിക്കം പോസിറ്റീവ്. സോ സൈൻ തീറ്റ വാല്യൂ 0.3919 ഡിവൈഡഡ് ബൈ 2π. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക. ആൻസർ ഈക്വൽ ടു 0.6265 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ സ്മോൾ എ കണ്ടുപിടിക്കാൻ പറ്റും. സ്മോൾ എ will be equal to 0.6265 into capital area. Capital A നമുക്കറിയാം π/4 into 1 square ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ സ്മോൾ എ കിട്ടും. ഏരിയ ഓഫ് പാർഷ്യലി ഫുൾ കണ്ടീഷൻ 0.6 മീറ്റർ ഡെപ്തിലുള്ള ഏരിയ നമുക്ക് കിട്ടും 0.492 മീറ്റർ സ്ക്വയർ. ഇതേപോലെ നമ്മൾ ഹൈഡ്രോളിക് റേഡിയസിന്റെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 1 അഗെയിൻ ഇവിടെ സൈൻ തീറ്റ നെഗറ്റീവ് ആയതുകൊണ്ട് ഇക്വേഷൻ പ്ലസ് ആവും. 1 പ്ലസ് 360 into 0.3919 sin theta 0.3919 ആണ് divided by 2π into 203.07. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് r വാല്യൂ നമുക്ക് ഏകദേശം 1.1106 കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഹൈഡ്രോളിക് റേഡിയസ് സ്മോൾ r കിട്ടും. എങ്ങനെയാണ്? 1.1106 into ക്യാപിറ്റൽ R എന്താണ്? d/4 ആണ്, 0.25 ആണ്. സോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് r വാല്യൂ 0.2776 കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് ഏരിയ കിട്ടി, എന്താണ് r വാല്യൂ കിട്ടി. ഇനി ഡയറക്റ്റ്ലി നമുക്ക് വെലോസിറ്റി എത്രയാണ്, ഡിസ്ചാർജ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വെലോസിറ്റിയും ഡിസ്ചാർജും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സോ ഫസ്റ്റ് വി വിൽ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി. വെലോസിറ്റി v is equal to 1/n r raised to 2/3 s raised to half. എത്രയാണ് 1/n? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.012 into r എത്രയാണ്? 0.2776 whole power 2/3 into s എത്രയാണ്? s ഉം തന്നിട്ടുണ്ട്. s തന്നിരിക്കുന്നത് എത്രയാണ്? 1 in 500. So 1/500 whole power 1/2. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി അപ്രോക്സിമേറ്റ്ലി 1.58 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അതിനെ ബേസ് ചെയ്ത് സ്മോൾ ക്യൂ എടുക്കുക. സ്മോൾ ക്യൂ ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. സോ ഏരിയ എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? 0.492. So 0.492 into 1.58. So this will be equal to 0.78 meter cube per 0.78 meter cube per second. അപ്പോൾ നമുക്ക് ഡിസ്ചാർജും കിട്ടി, വെലോസിറ്റി കിട്ടി. ഈ കാര്യങ്ങളായിരുന്നു നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സീവറിന്റെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. വാട്ട് ഈസ് ദ വെലോസിറ്റി ആൻഡ് കറസ്പോണ്ടിങ് ഡിസ്ചാർജ്. ഇപ്പോൾ രണ്ടും കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇൻ ബിറ്റ്വീൻ ആ സെക്കൻഡ് ക്വസ്റ്റ്യനിന്റെ സോൾവിങ് ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ.